ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ചെമ്മീൻ ചോറോ ചെമ്മീൻ ബിരിയാണിയോ എന്ത് വേണേലും പേരിടാം. ശരിക്കും ചെമ്മീൻ ബിരിയാണി തന്നെ. അപ്പോൾ ഇത് ചെമ്മീൻ പൊളിച്ചെടുത്തത് 1/2 കിലോ ഉണ്ടായിരുന്നു. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഹാഫ് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഉപ്പ് പൊടി വാങ്ങിക്കാറില്ല. അതാണ് ബെറ്റർ എന്ന് തോന്നി കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, ജലദോഷമായതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേരെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് അല്ലേ. എത്രയും ചെമ്മീൻ ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. ഇതൊരു സാധാ ഒരുപാട് ചെറുതല്ല എങ്കിലും ഇടത്തരം ചെമ്മീനായിരുന്നേ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ആ ചെമ്മീനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പാത്രമാണെങ്കിൽ അതനുസരിച്ച് എണ്ണ ഒഴിക്കണം. നമുക്ക് ഈ പൊരിച്ച് അതിൽ തന്നെ നമുക്ക് മസാലയും ചെയ്തെടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്ത് സാധനം ഫ്രൈ ചെയ്യാൻ നേരം കറിവേപ്പിലയോ അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ ചോറ് വെക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് വേകുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇടണം. അല്ലെങ്കിലുണ്ടല്ലോ ഈ ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ മസാലയൊക്കെ വേറെ ആയിപ്പോവും. ഇതിലൊന്ന് മസാല പിടിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാല ചെമ്മീനിലേക്ക് ആയിക്കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണയിൽ മുങ്ങിപ്പൊരിയുന്ന അത് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ ആ എണ്ണ വേസ്റ്റായി പോകും. കാരണം ചോറ്, മസാല ഇതെല്ലാം ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ മസാലയ്ക്കകത്ത് തന്നെ നമ്മൾ പൊരിച്ചെടുത്ത ആ മസാല കളയാതെ തന്നെ അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഒരു സ്മൈലെങ്കിലും തരണം. ലൈക്കും സ്മൈലും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. നമുക്ക് ഇടയ്ക്ക് ഈ ചെമ്മീൻ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി. ഇത് കണ്ടില്ലേ, നല്ല പോലെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ചെമ്മീനല്ലേ. അപ്പം നല്ല മണമൊക്കെ വരും. ഈ മസാല ഇത് കണ്ടില്ലേ, ഇങ്ങനൊന്ന് മസാല പിടിച്ച് ഇരിക്കണം ആ ചെമ്മീനിൽ. അതാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് നമുക്ക് ചെമ്മീൻ്റെ ആ മസാല കൂട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ അത്യാവശ്യം വലിയ ഉള്ളി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ വെറും വെളിച്ചെണ്ണയിൽ തന്നെയാണ് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞതെന്ന് വെച്ചാൽ നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിന് മസാല ചെമ്മീനിൽ പൊതിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഇന്ന് വഴറ്റി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അപ്പോൾ അടച്ചു വെച്ച് നമ്മൾ വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്നും വരും. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് നമ്മൾ സവാളയിൽ ഉപ്പിട്ട് വഴറ്റിയാൽ വേഗത്തിൽ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് വേറെ പണിക്ക് പോയാൽ വേഗത്തിൽ വഴന്ന് കിട്ടും. അപ്പോൾ 1 ബൾബ് വെളുത്തുള്ളിയും 1 ഇഞ്ച് ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള അത്യാവശ്യം വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതും ഞാൻ കുറച്ച് നേരം ഒന്ന് വഴരാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കണം ചെമ്മീനായതുകൊണ്ട്. അപ്പം അതിലേക്ക് 1 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. 1 2 വലിയ തക്കാളി ചേർത്താൽ അതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് 1 തക്കാളി ചേർത്തത്.
അപ്പം 2 വലിയ തക്കാളി തന്നെ ചേർത്തോളൂ. കാരണം നല്ല പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിരിക്കണമെങ്കിൽ ചെമ്മീനല്ലേ, നല്ല ഉപ്പും പുളിയും തന്നെ പിടിച്ചിരുന്നാൽ ടേസ്റ്റ് കൂടുതൽ ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ഒരു 10 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് ഉള്ളത് ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ചതച്ചിട്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും വഴന്ന് വന്നതിന് ശേഷമാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം അല്ലെങ്കിൽ കരിഞ്ഞിട്ട് ആ ഒരു കുത്തൽ മണം വന്നിട്ട് ആകെ കുളവാകും. അപ്പോൾ അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ബിരിയാണിക്ക് എപ്പോഴും എരിവിന് ടേസ്റ്റ് തോന്നുന്നത് പച്ചമുളക് തന്നെയാണ്. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. മല്ലിയിലയും ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ 1 സ്പൂൺ മീറ്റ് മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിൽ പൊടിക്കുന്നത് തന്നെ ക്രീം സ്റ്റൈൽ കിടപ്പുണ്ട്. മീറ്റ് മസാല എങ്ങനെ പൊടിക്കണം, എല്ലാ ഐറ്റത്തിനും നല്ല ഒരു ടേസ്റ്റിലുള്ള മസാലയാണ്. അപ്പോൾ അത് ഞാൻ 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെമ്മീൻ പൊരിച്ചപ്പോഴൊന്നും മസാല ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം സോയാ സോസ്. അപ്പം കുറച്ച് പുളി കുറവായിരുന്നു. തക്കാളിയാണ് ഏറ്റവും ബെറ്റർ. എങ്കിലും ഹോട്ടലുകളിലൊക്കെ നമ്മൾ സോയാ സോസ് ചേർക്കും. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റും വരും. അതില്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളി ഒരു 2 വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പൊരിച്ച് കോരി വെച്ച ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാരണം ഈ മസാല എല്ലാം ഒന്ന് നനഞ്ഞ ഒരു ബിരിയാണിക്കൊരു നനവുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു നനഞ്ഞ പരുവത്തിൽ അതുപോലെ തന്നെ ഉപ്പും പുളിയും എല്ലാം ഈ ചെമ്മീനിൽ പിടിക്കണം. എന്നാലേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം അത് ഇങ്ങനൊന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ സ്കിപ്പായിപ്പോയി. ഇത് അടച്ചു വെച്ചതിന് ശേഷം വെള്ളം തികയാതെ വന്നപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വറ്റിച്ച് ഒരു കുഴമ്പ് പരുവാകുമ്പം തീ ഓഫാക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെച്ചേക്കാം. നെയ്യ് ഒഴിച്ചു, 2 ഏലയ്ക്ക, 1 കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ബേ ലീഫും ഇട്ട് നന്നായിട്ട് മണം വരുന്നിടം വരെ ഒന്ന് മുപ്പിച്ച് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. അത് മണം ഇതിൻ്റെ ഈ നെയ്ച്ചോറിനൊരു നല്ല മണം വരണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. വെറും പച്ച വെള്ളത്തിൽ കൊണ്ടിട്ടാൽ അത്രയ്ക്കും ടേസ്റ്റ് വരികയില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ വരത്തില്ലേ നെയ്ച്ചോറിനൊരു മണം വരണമല്ലോ. ഇതിപ്പോൾ അറിയാൻ മേലാത്ത പിള്ളേർക്കാണ് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. എന്നിട്ട് ഞാൻ 1/2 കിലോ അരി ഇത് കഴുകി ഊറ്റി വച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നതിന് അതിന് ഇരട്ടി വെള്ളമാണ് കറക്റ്റ് വേവുള്ള നെയ്ച്ചോറിന് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല വേവ് കുറവാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതിൽ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് വറുത്ത് അത്യാവശ്യം അരിയൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ആദ്യം വേറെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പാത്രത്തിൽ. എന്നിട്ട് നമ്മൾ അരി എടുത്ത പാത്രത്തിന് ആദ്യം 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം. ആ പാത്രത്തിന് 1.5 പാത്രം, നമ്മൾ ഏത് ഗ്ലാസ്സിനാണ് എടുത്തത് അതിന് 1.5 പാത്രം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് പോരാങ്കിൽ ആ തിളച്ച വെള്ളം തന്നെ 1/2 പാത്രം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമെന്നാണ് കണക്ക്. വേവ് കുറവുള്ള അരിക്കാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം മതി. അപ്പം ഞാനൊരു കപ്പിനകത്താണ് അളന്നെടുത്തത്. അപ്പം ഞാൻ അതനുസരിച്ചാണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്ത് വറുക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നല്ലപോലെ നമ്മളിങ്ങനെ ഇതളായിട്ട് കിടക്കുന്ന ചോറ് തിന്നാനല്ലേ ഇഷ്ടം. അപ്പം കുഴഞ്ഞു പോകാതെ, ഇത് ജീരകശാല അരിയാണ്, അപ്പോൾ കുഴഞ്ഞു പോകാതെ ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുത്താൽ കുഴഞ്ഞു പോകത്തില്ല. അതല്ല നിങ്ങൾ വെള്ളത്തിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒട്ടിപ്പിടിക്കുകയില്ല.
അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ കപ്പിനകത്തായിരുന്നു അരി എടുത്തത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ചൂടുള്ള വെള്ളമോ പച്ചവെള്ളമോ ചൂടുള്ള തിളച്ച വെള്ളം ആകുമ്പം അത്യാവശ്യം ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് ചോറങ്ങ് സെറ്റാകും കേട്ടോ. ചൂടുള്ള വെള്ളമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നല്ലൊരു മണം വരുന്നുണ്ട്. ജീരകശാല അരിയും നെയ്ക്കകത്ത് കിടന്ന് ആ സവാള മൊരിഞ്ഞ സവാളയുടെയൊക്കെ മണം നല്ല മണം കേട്ടോ നെയ്ച്ചോറിന്. അപ്പം ഇത് നല്ല കറക്റ്റ് പരുവത്തിരുതേ കണ്ടില്ലേ, ഇത്രയും നല്ല സൂപ്പറായിട്ട് ചോറെല്ലാം സെറ്റായി. അപ്പോൾ ചോറിനാൻ നേരം ഞങ്ങൾ ആകെ 2-3 പേരേ ഉള്ളായിരുന്നു. അതാണ് ഞാൻ അളവ് കുറച്ചത്. അല്ലെങ്കിൽ ചെമ്മീന് ശരിക്കും 1 കിലോയോളം അരി കറക്റ്റായിരുന്നു. നമ്മളെടുത്ത ചെമ്മീന് 1 കിലോ അരി ആണെങ്കിൽ കറക്റ്റായിരുന്നു. ഇതിപ്പം കുറച്ച് അരിയെ ഞാൻ ചോറ് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഹാഫ് ചെമ്മീനെ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ചോറെല്ലാം നല്ല സെറ്റായി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ നമുക്ക് ദമ്മാക്കാവേ. അപ്പോൾ എന്തോരം ചെമ്മീൻ എന്തോരം ഇടുന്നു അത്രയും ടേസ്റ്റാണ്. എങ്കിലും നമ്മൾ ലെയറായിട്ട് ഇങ്ങനെ ഇട്ടണമെങ്കിൽ ലെയറായിട്ടിടാം. ഞാൻ അടിയിൽ ചോറ് അങ്ങനെ തന്നെ വെച്ചിട്ട് മുകളിൽ ചെമ്മീൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ നമ്മൾ സെറ്റ് ചെയ്യുമ്പം തന്നെ മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിലേക്ക് വെന്ത് കഴിഞ്ഞ്. അപ്പോൾ ഇതെല്ലാം ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നല്ല അത്യാവശ്യം നിറച്ച് ചെമ്മീൻ ഇട്ട് കൊടുത്ത് അടിപൊളി മണമാണ് കേട്ടോ. നല്ല ഈ ചെമ്മീൻ ചോറിനൊരു പ്രത്യേക മണമാണ്. നമ്മൾ ചിക്കനും പിന്നെ മട്ടനും ഒക്കെ വെക്കുന്നതിനെക്കാട്ടിലും വേറൊരു മണമല്ലേ ചെമ്മീൻ ചോറിന്. കണ്ടില്ലേ നല്ല ആവിയൊക്കെ വന്ന്. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിന് കട്ടി കുറവാണെങ്കിൽ അടിയിലൊരു ദോശക്കല്ലോ വല്ലതും ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി കേട്ടോ ദമ്മാക്കാൻ വേണ്ടി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ദമ്മാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ്. വേറെ ഒന്നും എസൻസ് ഒന്നും അതിലേക്ക് ആഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് കുഴച്ചൊന്നും എടുക്കണ്ടതേ, ഇങ്ങനെ തന്നെ ചൂടോടെ വിളമ്പിയെടുക്കാവേ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ജീരകശാല അരിയുടെ റൈസും നല്ല നെയ്ക്കകത്തൊക്കെ സെറ്റ്. ചോറൊക്കെ റൈസൊക്കെ അങ്ങനെ നെയ്യ് കിടന്ന് വേകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് അങ്ങനെ റൈസ് വെക്കുന്നതിലും നമ്മൾ നെയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റി എടുക്കുന്ന ആ ഒരു ഇതിന് ചോറിന് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് വെക്കും, ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഞാനൊരു ചൂടോടെ ഇങ്ങനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച്. അപ്പം നിങ്ങളെല്ലാം ഇതൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ചെമ്മീൻ ബിരിയാണി ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയിൽ കാണാം, അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ, സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇതേ കശുവണ്ടി മുന്തിരി ഞാൻ ചുമ്മാ വെറുതെ എൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്ത്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് വറുത്തിട്ട് കൊടുത്തില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലൊന്ന് ഇട്ട് കൊടുത്ത്. വറുത്ത് വേണമെങ്കിലും ഇട്ടാലും നല്ല ടേസ്റ്റാണ്, നെയ്യല്ലേ. നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ടാലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ചമ്മന്തി കൂട്ടിയോ അല്ലെങ്കിൽ സലാഡ് ഉപ്പും മുളകും മാത്രം അങ്ങനെ ഉണ്ടല്ലോ, സവാളയും പച്ചമുളകും മാത്രം, അതും നല്ല ടേസ്റ്റാണ് ഇതിന് സലാഡായിട്ട്. അപ്പം ഈ ഒരു റെസിപ്പിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്തോഷമുള്ള ദിവസങ്ങളുണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.